അപ്പൊ നമ്മളിന്ന് ഹൈലൈറ്റ് മാൾ കറങ്ങി കാണാൻ വന്നേക്കണ്ട. വന്ന് കയറിയപ്പത്തിന് മമ്മ ജ്യൂസ് കൂടി പരിപാടിയൊക്കെ തുടങ്ങി. മാളിൽ കയറിയിട്ട് വാഷ്റൂമിലെ കണ്ണാടി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ. നമുക്ക് പിന്നെ തീരെ പേടില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഹൊറർ ലാൻഡിൽ അങ്ങോട്ട് കയറി. ആദ്യത്തെ പാവനെ പെയിന്റ് അടിച്ച് കാണിച്ചപ്പോ തോന്നിയില്ലെങ്കിലും ചേച്ചി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ച്. വിച്ചു കയറുമ്പോ കാണിച്ച ധൈര്യമൊക്കെ ചേച്ചിനെ കണ്ടപ്പോ ഫുള്ള് ചോർന്നു പോയി. പാവണ്ടല്ലേ, ആരെ കണ്ടാലും കരയണം എന്റെ മമ്മ. വിച്ചു മാമന്റെ അടുത്ത് ഭയങ്കര സൈലന്റ് ആണ്. അങ്ങനെ നമ്മൾ ലെബന്റെ ചീസ് ബോംബ് അങ്ങോട്ട് ഓർഡർ ചെയ്ത്. സംഭവം സെറ്റ് ആണെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി, ചെറിയൊരു തലയിറക്കം വരും. എന്താണാവോ. അവിടുന്ന് നേരെ നമ്മൾ പ്ലാനറ്റോറിയം കാണാൻ പോയി. കയറുമ്പോ തന്നെ ഫ്രണ്ടിൽ വലിയൊരു റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലത്തെ പണി നിർത്തില്ലെങ്കിലും ഫസിക്ക് ഇതൊക്കെ കഷ്ടപ്പെട്ട് കറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഉള്ളിൽ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പണി തെച്ചിട്ടാ. ഫസി പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോ കുറച്ചേരം കമ്പനി അടിക്കാൻ നിന്ന്. വിച്ചു പിന്നെ ഓൾറെഡി സംസാരിച്ചിത്രേ. എന്നോക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സാധനം ഉണ്ടാക്കി ഓളം വേറെ തന്നെയാണ്. ഇപ്പൊ കയറാൻ പറ്റില്ല, സെക്യൂരിറ്റി പിടിച്ച് തല്ലും. അങ്ങനെ നമ്മൾ മെല്ലെ പ്ലാനറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ പഠിക്കാൻ പറ്റിയ കുറെ സംഭവം ഉണ്ട് ഇവിടെ. കണ്ടില്ലേ ചില്ലും കൂട്ടിലൊരു ചേട്ടൻ ഇരിക്കുന്നത്. മമ്മൂന് പിന്നെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ച മീനാന്ന് മാത്രം. അത് ചോദിച്ചിട്ട് അവിടെ കിടന്ന് കരയുണ്ടായിരുന്ന ആൾ. കടപ്പറും മീൻകാരും ഉപ്പുണ്ടാക്കുന്ന സംഭവം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു ചേട്ടൻ ഡ്രസ് 2 വിക്കറ്റാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ. വയ്യാത്ത ആളാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ ഫുഡ് അടിക്കാൻ പോയി. കക്കയും നല്ല ചെമ്മീൻ ഫ്രൈയും മോയിൽ റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ വീട്ടിൽ പോയി. അപ്പൊ എന്തായാലും എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.